ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡീമിലിറ്ററൈസ്ഡ് സോൺ അല്ലെങ്കിൽ DMZ അല്ലെങ്കിൽ DMZ എന്നൊക്കെ പറയുന്നതാണ്. ഇതധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാവും. എന്നാലും നെറ്റ്വർക്ക് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അത്യാവശ്യം കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡീമിലിറ്ററൈസ്ഡ് സോൺ അല്ലെങ്കിൽ DMZ എന്ന് പറയുന്നത്. അപ്പോൾ ഈ DMZ എന്ന വേർഡ് വന്നത് തന്നെ മിലിറ്ററിയിൽ നിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് രാജ്യം തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു അഗ്രിമെൻറ്റ് പോലെ, അതായത് ആ ഒരു ഏരിയയിൽ വെച്ച് തന്നെ എന്ത് സംഘർഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ തമ്മിലൊരു കരാർ ഒപ്പിട്ട പോലത്തെ ഒരു ഏരിയയാണ് ഈ DMZ എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററിയിൽ. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ടേംസിൽ പറയുകയാണെങ്കിൽ DMZ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലെ ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയയിൽ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ സെക്യൂരിറ്റി പോളിസീസും കാര്യങ്ങളും കൂടുതൽ സെക്യൂർ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയയെ മാത്രം നെറ്റ്വർക്ക് സെക്യൂരിറ്റി കാര്യങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത്? ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു വെബ് സെർവർ കൺസിഡർ ചെയ്യാം. ഈ വെബ് സെർവറെ നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ മറ്റ് ഡിവൈസസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ വെബ് സെർവറിനെ പബ്ലിക്കിന് ആക്സസ് ചെയ്യണമല്ലേ? അപ്പോൾ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് ആക്സസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ വെബ് സെർവറിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ ആക്സസ് ചെയ്യുന്നത്? പബ്ലിക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെബ് സെർവർ ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ പീപ്പിൾ വരുന്നു, അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അവർ റൗട്ടർ വഴി നമ്മുടെ ഫയർവാൾ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ വെബ് സെർവർ ആക്സസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ വെബ്സൈറ്റിൻ്റെ പേരടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് നമ്മുടെ നെറ്റ്വർക്കിനകത്തേക്ക് വന്ന് നമ്മുടെ വെബ് സെർവറിലേക്ക് പോകുന്നു. അങ്ങനെ റിക്വസ്റ്റ് തിരിച്ച് പാസ്സാവുന്നു. അങ്ങനെ അവിടെ ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെബ് സെർവറും വെബ്സൈറ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫോ കാര്യങ്ങളൊന്നും അല്ല. അതിനും അറ്റാക്സ് വരും. കാരണം ഇത് പബ്ലിക് ഇൻ്റർനെറ്റിൽ വഴി ആക്സസ് ചെയ്യാനുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റാക്കേഴ്സ് വരും, ഹാക്കേഴ്സ് വരും, അറ്റാക്സൊക്കെ എന്തായാലും സംഭവിക്കും. അപ്പോൾ നമുക്കൊരു അറ്റാക്കറെ തന്നെ ഈ കേസിൽ കൺസിഡർ ചെയ്യാം. നമ്മുടെ അറ്റാക്കർ വന്നിട്ട് നമ്മുടെ വെബ് സെർവറിനെ അറ്റാക്ക് ചെയ്യാണ്. ഓക്കെ, വെബ് സെർവറിനെ അറ്റാക്ക് ചെയ്തിട്ട് ആ വെബ് സെർവറിനെ കോംപ്രമൈസ് ചെയ്ത് ആക്സസ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടെ വെബ് സെർവർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ നെറ്റ്വർക്കിൽ മറ്റ് ഡിവൈസസ് എല്ലാം ഉള്ള ഒരു നെറ്റ്വർക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വെബ് സെർവർ കോംപ്രമൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസും, അതായത് കോർപ്പറേറ്റ് സെർവർ, വർക്ക് സ്റ്റേഷൻസ്, അങ്ങനെയുള്ള എന്തെല്ലാം ഡിവൈസ് ഉണ്ടോ അതിനെല്ലാം തന്നെ ഈ ഒരു അറ്റാക്കറിന് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാറ്ററൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇനി ഈ അറ്റാക്കറിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എല്ലാ സിസ്റ്റവും കോംപ്രമൈസ് ചെയ്തല്ലോ. ഇനി അറ്റാക്കറിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കും? ഒന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡേറ്റാസും കാര്യങ്ങളും എല്ലാം തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തിലേക്കും ഒരു റാൻസം ഇൻസ്റ്റാൾ ചെയ്യുക, റാൻസം വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. റാൻസം വെയർ എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് റാൻസം വെയറിനെ പറ്റിയിട്ട്, അത് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓൾസോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ് സെർവർ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ വെബ് സെർവറിനെ നമ്മുടെ മറ്റ് ഡിവൈസസ് ഉള്ള ഒരു നെറ്റ്വർക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആ നെറ്റ്വർക്കിൻ്റെ പേരാണ് DMZ. അപ്പോൾ ഈ DMZ നെറ്റ്വർക്കിൻ്റെ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ നമുക്കിപ്പോൾ 2 ഫയർവാൾസ് ഉണ്ടല്ലേ. ഈ 2 ഫയർവാൾസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി വന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പഴയ എക്സാമ്പിളിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു കേസിലേക്ക് നമ്മുടെ അറ്റാക്കർ വരികയാണ്. അറ്റാക്കർ വന്നിട്ട് നമ്മുടെ വെബ് സെർവറിനെ കോംപ്രമൈസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മറ്റുള്ള ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ സാധിക്കില്ല. കാരണം നമുക്കവിടെ സെക്കൻഡ് ഒരു ഫയർവാൾ ഓൾസോ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വെബ് സെർവറിൽ നിന്ന് നമ്മുടെ ഈ ലാറ്ററൽ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് അവിടെ അറ്റാക്കർ ശ്രമിക്കുമ്പോൾ മറ്റ് ഡിവൈസിലേക്ക് അവിടെ ആക്സസ് പോസിബിൾ അല്ല. അപ്പോൾ ഈ DMZ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമ്മുടെ അറ്റാക്കർ ഈ വെബ് സെർവറിനെ കോംപ്രമൈസ് ചെയ്താലും നമ്മുടെ ബാക്കിയുള്ള ഡിവൈസസ് അവിടെ സെക്യൂർ ആണ്. അതായത് നമ്മുടെ അറ്റാക്കറിന് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ അവിടെ ആ വെബ് സെർവറിനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു DMZ നെറ്റ്വർക്കിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു DMZ നെറ്റ്വർക്ക് വഴി മറ്റുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വലിയൊരു ഹൈ ഓവർവ്യൂ ആണ്. നമുക്കിനിയും ജസ്റ്റ് ക്ലോസ് ആയിട്ട് നോക്കാം ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്.
നമുക്കാദ്യം തന്നെ നമ്മുടെ ഫയർവാളിൽ റൂൾസും കാര്യങ്ങളും നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ ഫയർവാൾ നോക്കുമ്പോൾ നമ്മുടെ ഫയർവാളിൻ്റെ ഫസ്റ്റ് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാ ഇൻകമ്മിങ് ട്രാഫിക്കിനെയും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂള്. പക്ഷേ നമുക്കിതവിടെ പോസിബിൾ അല്ലല്ലേ, കാരണം നമ്മുടെ പബ്ലിക് ഇൻ്റർനെറ്റിന് നമ്മുടെ വെബ് സെർവറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ പോർട്ട്സ് ഏതൊക്കെയാണ്. 443, അതായത് ആ ഒരു പോർട്ട് ഓപ്പൺ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പോർട്ട് ആക്സസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ വെബ് സെർവറോടെ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോർട്ട് 443 ഓപ്പൺ ചെയ്ത് വെക്കുന്നു. അങ്ങനെ പബ്ലിക്കിന് ആ ഒരു പോർട്ട് വഴി നമ്മുടെ വെബ് സെർവറിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സെക്കൻഡ് ഫയർവാൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ആ എല്ലാ കണക്ഷൻസും നമ്മളവിടെ ക്ലോസ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ നിന്ന് വരുന്ന ഒരു ട്രാഫിക്കിനും നമ്മുടെ DMCയെ താണ്ടി അകത്തേക്ക് പോകാൻ സാധിക്കില്ല. കാരണം നമ്മളവിടെ ഫയർവാളിൽ റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻകമ്മിങ് ട്രാഫിക്കിനെയും അവിടെ ബ്ലോക്ക് ചെയ്യാൻ. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ 2 ഫയർവാൾ യൂസ് ചെയ്താണ് നമ്മളവിടെ ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 2 ഫയർവാൾ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ DMC സോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെബ് സെർവർ ഉണ്ടല്ലോ, വെബ് സെർവറിനെ സെപ്പറേറ്റ് ആയിട്ട് നെറ്റ്വർക്കിലേക്ക് മാറ്റിയിട്ട് രണ്ടും ഇപ്പോൾ കോർപ്പറേറ്റ് നെറ്റ്വർക്കിലേക്കും DMC നെറ്റ്വർക്കിലേക്കും ആക്സസ് ആയിട്ട് ഒറ്റ ഫയർവാൾ യൂസ് ചെയ്യാം. അവിടെ നമ്മൾ പോർട്ട് 443 അലോ ചെയ്യുന്നത് DMCയിലുള്ള വെബ് സെർവറിലേക്ക് മാത്രമായിരിക്കും. പക്ഷേ നമ്മുടെ കോർപ്പറേറ്റ് നെറ്റ്വർക്കിലേക്കുള്ള എല്ലാ കണക്ഷൻസും ഡിനൈ ചെയ്യാനുള്ള റൂളായിരിക്കും നമ്മൾ ആ ഫയർവാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും ഇത്. കാരണം 2 ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബെറ്റർ സെക്യൂരിറ്റി ഉണ്ടെന്ന് ചിലർ പറയുമെങ്കിലും ഇങ്ങനെ നമ്മൾ റൂൾ കോൺഫിഗർ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ സെക്യൂരിറ്റിക്ക് യാതൊരു ഇമ്പാക്റ്റും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓൾസോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ധാരാളം പൈസ ലാഭിക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് DMC സോൺ അല്ലെങ്കിൽ DMC നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റൊരു നെറ്റ്വർക്കിൽ ഉള്ള മറ്റുള്ള ഡിവൈസസും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ DMC സോൺ അല്ലെങ്കിൽ DMC നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. DMCയെക്കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിലാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.